Dear students, today we are going to start our English literature book. Lesson 11, Growing Up. Lesson 11, Growing Up. What do you want to be when you grow up? In this story, three children, Neme, Urvi and Pudul, to know about their goals and wishes. Let's start our lesson. Neme, Urvi and Pudul were playing in Pudul's room. Every Saturday morning, the three friends would meet and play in Pudul's house. If one of the trio was unable to come, the other two friends were very upset. They were happiest when they are sitting next to each other and playing. Look at the first sentence. Neme, Urvi and Pudul were playing in Pudul's room. നെമിയും ഊർവിയും പുതുലും ഇവർ മൂന്ന് പേരും ഫ്രണ്ട്സ് ആണ്. ഇവർ മൂന്ന് പേരും പുതുലിൻ്റെ റൂമിലിരുന്ന് അവരുടെ വീട്ടിലിരുന്ന് കളിക്കുകയാണ്. Every Saturday morning, the three friends would meet and play in Pudul's house. സാറ്റർഡേസ് അവധി കിട്ടുമ്പം വെക്കേഷന് ഇവർ എല്ലാവരും കൂടെ ഒന്നിച്ച് പുതുലിൻ്റെ വീട്ടിൽ കൂടും. എന്നിട്ട് അവിടെ ഇരുന്ന് ഒന്നിച്ച് ഇവരെല്ലാം കൂടെ കളിക്കും. If one of the trio was unable to come, the other two friends were very upset. Trio means a group of three people. മൂന്ന് പേര് ഒന്നിച്ചുള്ള ഒരു ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ട്രയോ. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഒരു ഫ്രണ്ട് ഒരു ദിവസം വന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആകും. They were happiest when they were sitting next to each other and playing. അവർ ഒന്നിച്ചിരുന്ന് കളിക്കുമ്പോഴാണ് അവർക്ക് ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ ഒരാൾ മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും കാരണം കൊണ്ട് ലീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര അപ്സെറ്റ് ആണ്. അപ്സെറ്റ് മീൻസ് ഫീലിംഗ് ഓഫ് അൺഹാപ്പിനെസ് കോസ്ഡ് ബൈ സംതിങ് യു ഡിഡ് നോട്ട് വാണ്ട് ടു ഹാപ്പൻ. വരാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാകും. The next paragraph. Neme loved to play with building blocks and Lego bricks. നെമിക്ക് ഏറ്റവും ഇഷ്ടം ഇവരിൽ നെമിക്ക് ഏറ്റവും ഇഷ്ടം ബിൽഡിംഗ് ബ്ലോക്സും ലെഗോ ബ്രിക്സും കളിക്കാനാണ്. ലെഗോ ബ്രിക്സ് ആർ പ്ലാസ്റ്റിക് ബ്രിക്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ബിൽഡിംഗ് ബ്ലോക്സ്. ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ബ്രിക്സ് ആണ് ലെഗോ ബ്രിക്സ് എന്ന് പറയുന്നത്. Lego blocks are solid insets. There are thousands of different kinds of building sets with many themes such as town and city set, dinosaur, Viking castle and even underwater exploration. ഈ ബ്രിക്സ് വെച്ചിട്ട് പല ഷേപ്പ് വലിയ വലിയ ബിൽഡിങ്സ് അല്ലെങ്കിൽ ആനിമൽസിന്റെ ഷേപ്പും എല്ലാം ഉണ്ടാക്കും. ആരാണ് ഉണ്ടാക്കുന്നത്? നെമിക്ക് ഏറ്റവും ഇഷ്ടം ബിൽഡിംഗ് ബ്ലോക്സും ലെഗോ ബ്രിക്സും വെച്ച് കളിക്കാനാണ്. He spent hours making tall building and bridges. അവനെ അവിടെ ഇരുന്നിട്ട് ഒരുപാട് സമയം നെമി ടോൾ ബിൽഡിങ്സും ബ്രിക്സും ടോൾ ബിൽഡിങ്സ് ഉണ്ടാക്കും. ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് അതുകൂട്ട് വലിയ ബ്രിഡ്ജസും ഉണ്ടാക്കും. He would stack them slowly one on top of the other making little cities. Stack means to put one on top of another. ഒരെണ്ണത്തിൻ്റെ പുറത്ത് ഒരെണ്ണം വളരെ പെതുക്കെ ബ്രിക്സ് ഒക്കെ ഇങ്ങനെ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പം പെതുക്കെ നമ്മൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ താഴെ പോകും. അപ്പോൾ അവന് ഓരോന്നും പെതുക്കെ ആ ബ്രിക്സ് എല്ലാം കൂടെ മുകളിൽ വെച്ചിട്ടാണ് വലിയ വലിയ സിറ്റീസ് ഒക്കെ ഉണ്ടാക്കും. സംടൈംസ് ഹിസ് ഫ്രണ്ട്സ് ഹെൽപ്ഡ് ഹിം. ചില സമയത്ത് അവൻ്റെ ഫ്രണ്ട്സ് പുതുലും ഊർവിയും ഹെൽപ്പ് ചെയ്യും. At other times he built them by himself. ചില സമയം അവൻ തനിയാണ് ഉണ്ടാക്കുന്നത്. One Saturday, Urvi was watching her friend build a skyscraper. He was being very careful so that it did not fall down. ഒരു ദിവസം ഉർവിയെ വാച്ച് ചെയ്യായിരുന്നു അവളുടെ ഫ്രണ്ട്
സ്കൈ സ്കേപ്പർ ഉണ്ടാക്കുന്നത്. സ്കൈ സ്കേപ്പർ മീൻസ് എ വെരി ടോൾ ബിൽഡിംഗ് ഇൻ ദ സിറ്റി. സിറ്റിയിലൊക്കെ കാണുന്ന വളരെ ടോൾ ആയിട്ടുള്ള ബിൽഡിങ്ങിനാണ് സ്കൈ സ്കേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഉർവി വാച്ച് ചെയ്യുകയാണ് സ്കൈ സ്കേപ്പർ ഉണ്ടാക്കുന്നത് അവരുടെ ഫ്രണ്ട്. He must be very careful so that it did not fall. വളരെ കെയർഫുൾ ആയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് താഴെ പോകും. Nemi, what do you want to be when you grow up? Urvi asked him. ഇത് കണ്ടിട്ട് ഉർവി നെമിയോട് ചോദിച്ചു, നെമി, നിനക്ക് വലുതായി കഴിയുമ്പോൾ ആരാകാനാണ് ആഗ്രഹം? Nemi stopped what he was doing to think, I want to be a builder. അവൻ ചെയ്ത ആ വർക്ക് നിർത്തിയിട്ട് അവൻ പറഞ്ഞു, I want to be a builder. എനിക്കൊരു ബിൽഡർ ആവണം. Then I can build houses and offices all the time. The real bricks. റിയൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ബ്രിക്സ് അല്ല, ടോയ്സ് അല്ല, റിയൽ ആയിട്ടുള്ള ബ്രിക്സ് വെച്ചിട്ട് എനിക്ക് ബിൽഡിങ്സ് അല്ലെങ്കിൽ വീടുകൾ, ഓരോ ഹൗസോ ഓഫീസൊക്കെ എനിക്ക് ഉണ്ടാക്കണം. ഈ താഴെ കാണുന്ന ഈ പിക്ചറിൽ കാണുന്നതാണ് ബിൽഡർ. Mummy says I can become an architect, said Nemi. It's not architect, silly. It is architect, Urvi explained. ഉടനെ നെമി പറഞ്ഞു, മമ്മി എന്നോട് പറഞ്ഞായിരുന്നു ഒരു ആർക്കിടെക്റ്റ് ആകണമെന്ന്. ഉടനെ ഉർവി പറഞ്ഞു, ഏയ് ആർക്കിടെക്റ്റ് എന്നല്ല, ആർക്കിടെക്റ്റ്. ഇറ്റ് ഈസ് ആർക്കിടെക്റ്റ്, ഉർവി എക്സ്പ്ലെയിൻഡ്. An architect is a person who designs building. ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന ആരാണ്? ബിൽഡിംഗ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് ആർക്കിടെക്റ്റ്. ഈ പിക്ചറിലോട്ടൊന്ന് നോക്കിയേ. ഈ പിക്ചർ കണ്ടോ? ഡിസൈൻ ഒക്കെ വരയ്ക്കുന്നുണ്ടോ? വലിയ വലിയ ബിൽഡിങ്സ് അല്ലെങ്കിൽ വലിയ ഓഫീസ്, ഹൗസ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മളൊരു ആർക്കിടെക്റ്റിനെയാണ് കാണുന്നത്. അദ്ദേഹം പിക്ചേഴ്സ് വരയ്ക്കും. ഏത് ഭാഗത്താണ് ഡോറ് വരണ്ടേ, വിൻഡോസ് വരണ്ടേ, എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പം ആ ആർക്കിടെക്റ്റ് പറയുന്ന അനുസരിച്ചിട്ടാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം an architect is a person who design building ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ആളാണ് ആർക്കിടെക്റ്റ്. He decides what they will look like and then builds them. I watched a program on TV yesterday night with my brother on what architect do. അപ്പം പറയുവാണ്, ഞാൻ ഇന്നലെ ഒരു TV പ്രോഗ്രാം കണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു ഒരു ആർക്കിടെക്റ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. എനിക്ക് ആ പ്രോഗ്രാം കണ്ടപ്പോൾ ഇഷ്ടമായി. Did you know that they can even design underwater bridges? അപ്പം പറയുവാണ്, നിങ്ങൾക്കറിയാമോ അണ്ടർ വാട്ടർ ബ്രിഡ്ജസ്, വെള്ളത്തിനടിയിലുള്ള, ഈ പിക്ചറിലോട്ട് നോക്കിയാൽ കാണാം, വെള്ളത്തിനടിയിലുള്ള ബ്രിഡ്ജസ് വരെ ഉണ്ടാക്കാനായിട്ട് അവർ ഡിസൈൻ ചെയ്യും. റിയലി? നെമി ആസ്ക്ഡ് വൈഡ് ഐഡ്. ഇത് കേട്ടപ്പോൾ നെമിക്ക് അതിശയം. നെമി ചോദിച്ചു, ശരിക്കും? റിയലി? That sounds really difficult. Do they have to swim in the water to build them? No, they use machines. It is very interesting, said Urvi. ഉടനെ നെമി ചോദിച്ചു, ഇവരെങ്ങനെയാണ് ബിൽഡിംഗ് അണ്ടർ വാട്ടർ ബ്രിഡ്ജ് പണിയുന്നത്? അവർ വെള്ളത്തിൽ കൂടെ നീന്തിയാണോ പണിയുന്നത്? ഉടനെ ഉർവി പറഞ്ഞു, അല്ല, അവരെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ബ്രിഡ്ജ് പണിയുന്നത്. നെമി thought for a moment. നെമി ഇങ്ങനെ കുറച്ചു നേരം ചിന്തിച്ചു. ഉർവി, do you know what you want to be when you grow up? ഉർവി, നീ വലുതാവുമ്പോൾ നിനക്ക് എന്താകാനാണ് ആഗ്രഹം? He asked. Yes, I want to be a chef. I like to help mommy with baking. എനിക്ക് വലുതാവുമ്പോൾ ഷെഫാകണം. എനിക്ക് മമ്മിയെ ഹെൽപ്പ് ചെയ്യുന്ന, എനിക്ക് ബേക്കിങ്ങിനൊക്കെ മമ്മിയെ ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമാണ്. One day I want to cook like the chef on the cookery show on TV, replied Urvi. ഉടനെ ഉർവി പറഞ്ഞു, ഞാനൊരു ദിവസം TV-യിൽ കുക്കറി ഷോ കണ്ടായിരുന്നു. Oh yes, think of all the delicious cakes and goodies you will get to eat all the time, said Nemi excitedly. നെമി പറഞ്ഞു, ശരിയാ, നിനക്ക് എപ്പോഴും നല്ല കുക്കീസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ അതുകൂട്ടുള്ള ഐറ്റംസ് ഒക്കെ, കേക്കും ഒക്കെ കഴിക്കാമല്ലോ.
But chefs say good food all the time. I don't want to eat cake all the time. Urvi said, making a face. അപ്പോൾ ഉർവി പറഞ്ഞു, എനിക്ക് നല്ല ഫുഡ്, നല്ലൊരു ഷെഫ് ആകാൻ ഇഷ്ടമാണ്, നല്ല ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടം, പക്ഷെ എപ്പോഴും ഇതുകൂട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേക്ക്സ് ഒക്കെ കഴിക്കാനായിട്ടൊന്നും എനിക്ക് ഇഷ്ടമല്ല. I don't want to eat cake all the time. What about you, Nemi asked Pudul. ഉടനെ നെമി പുതുലിനോട് ചോദിച്ചു, നിനക്ക് എന്താകാനാണ് ആഗ്രഹം? She was busy bandaging her doll's foot with a strip of cloth. ഉടനെ അവള് ഭയങ്കര ബിസിയാണ്. അവൾക്കൊരു ഡോൾ ഉണ്ട്, അതിൻ്റെ ഫൂട്ടയില് അവള് ക്ലോത്ത് വെച്ചിങ്ങനെ ചുറ്റുകയാണ്. I want to be a doctor, thought Pudul. I want to be a doctor. I will look after people when they are sick and make them well again. ഉടനെ പുതുല് പറഞ്ഞു, എനിക്കൊരു ഡോക്ടർ ആകാനാണ് ആഗ്രഹം, ആൾക്കാർക്ക് അസുഖം വരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യണം. പുതുൽസ് ഫേവറേറ്റ് ടോയ് വാസ് ഹെർ ഡോക്ടർ സെറ്റ്. പുതുലിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് എന്ന് പറയുന്നത് അവിടെ ഡോക്ടർ സെറ്റ് ആണ്. ഇറ്റ് ഹാഡ് എ പ്ലാസ്റ്റിക് സ്റ്റെതസ്കോപ്പ്, എ പ്ലാസ്റ്റിക് തെർമോമീറ്റർ, 2 small syringes and a toy bottle of medicines as well as a box of pills. അതിനകത്ത് എന്തൊക്കെയാണ്? ദേ ടോയ് സെറ്റ് നോക്കിയ ഡോക്ടർ സെറ്റ്. ഇതിനകത്തൊരു സ്റ്റെതസ്കോപ്പ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, സിറിഞ്ചസ് ഉണ്ട്. അങ്ങനെ ആ ഐറ്റത്തിനകത്ത് സ്റ്റെതസ്കോപ്പ് ഉണ്ട്, എല്ലാ മെറ്റീരിയൽസും അതിനകത്തിലുണ്ട്, ഈവൻ ഗുളിക വരെ, മെഡിസിൻ പിൽസ് വരെ അതിനകത്തിലുണ്ട്. പുതുൽ ലവ് ടു പ്ലേ വിത്ത് ഹെർ ഡോക്ടർ സെറ്റ്. പുതുലിന് ഏറ്റവും ഇഷ്ടം എന്താണ്? അവളുടെ ഡോക്ടർ സെറ്റ് വെച്ചിട്ട് കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം. Often Nemi and Urvi would be her patients, and she would pretend to take the temperature and tell them which medicine to take. Pretend means അഭിനയിക്കുക, to act. അപ്പോൾ ചില സമയത്ത് നെമിയും ഉർവിയുമാണ് പേഷ്യൻസ് ആയിട്ട്, രോഗികളായിട്ട് അഭിനയിക്കുന്നത്, എന്നിട്ട് അവരെ അവള് ട്രീറ്റ് ചെയ്യാറുണ്ട്. While the 3 friends were talking, Pudul's mother had come into the room and was listening to them. ഈ സമയത്ത് ഇവർ 3 പേരും ഇവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുതുലിന്റെ അമ്മ വന്നു. അമ്മ വന്നത് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. She smiled at them kindly. You first need to do well in class, children. You can think of what you want to be when you are older. അപ്പം പുതുലിന്റെ അമ്മ വന്ന് ചിരിച്ചോണ്ട് വന്ന് പറഞ്ഞു, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് ക്ലാസ്സിൽ പഠിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുക. നിങ്ങൾ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്താകണമെന്നുള്ളത്. Now you must only study hard and do your sums daily. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട നിങ്ങളുടെ വർക്കുകൾ, സ്കൂളിൽ തരുന്ന വർക്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. Come on, who would like some juice? She asked. വേഗം വരൂ, ആർക്കാണ് ജ്യൂസ് ഇഷ്ടം? 3 eager hands shoot up. ഇത് കേട്ടപ്പോൾ 3 പേരും ചാടി എണീറ്റു. ഈഗർ മീൻസ് വാണ്ടിങ് ടു ഡു സംതിങ് വെരി മച്ച്, വേഗം അത് കിട്ടാനായിട്ട്. Laughing, the 3 children left their games and followed Pudul's mother to the kitchen to have glasses of juice and cookies. ഇത് കേട്ട് ഇവർ 3 പേരും പുതുലിന്റെ അമ്മയെ ഫോളോ ചെയ്ത് കിച്ചണിലോട്ട് പോയി. എന്തിനാണ്? കുക്കീസും ജ്യൂസും ഒക്കെ കഴിക്കാനായിട്ട്. The future was still far away and juice was never to be refused. ഫ്യൂച്ചർ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പിന്നെ ഉള്ളൂ. ഇപ്പൊ അവര് ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഓടിച്ചെന്നവിടെ എൻജോയ് ചെയ്ത് ജ്യൂസും കുടിച്ച് സ്നാക്സും കഴിക്കുകയാണ്. I hope you enjoyed this class. Thank you, children. See you next class. Bye bye.